മനോരമയും ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലായും ഒന്നിച്ച് കൈകോർത്ത് നടത്തുന്ന പ്രതിഭാ സംഗമം പരിപാടിയുടെ മൂന്നാമത്തെ ദിനം കോട്ടയം ജില്ലയിൽ അതിഗംഭീരമായി നടത്തപ്പെട്ടു. കോട്ടയം ജില്ലയിലെ ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് നടന്നത് പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഡയമണ്ട് ബ്ലോക്കിലാണ്. 2 സെഷനുകളിലായിട്ടാണ് പ്രോഗ്രാം ക്രമീകരിച്ചിരുന്നത്. 5000-ലധികം വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കെടുത്ത ഈ വലിയ ചടങ്ങിന്റെ ആദ്യ സെഷന്റെ അധ്യക്ഷത വഹിച്ചത് ബ്രില്യന്റിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ സന്തോഷ് കുമാർ ആയിരുന്നു. കേരള റബ്ബർ പാർക്ക് MD ഷീല തോമസ് IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, മലയാള മനോരമ കോട്ടയം ചീഫ് ന്യൂസ് എഡിറ്റർ വിനോദ് നായർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. രണ്ടാമത്തെ സെഷന്റെ അധ്യക്ഷത വഹിച്ചത് ബ്രില്യന്റിന്റെ ഡയറക്ടേഴ്സിൽ ഒരാളായ സെബാസ്റ്റ്യൻ G. മാത്യു ആയിരുന്നു. MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മോൻസ് ജോസഫ് MLA, മലയാള മനോരമ ജനറൽ മാനേജർ സിറിയക് A. പാറ്റാനി, കരിയർ ഗൈഡൻസ് എക്സ്പേർട്ടുകളായ ജോബി സെബാസ്റ്റ്യൻ, ശിവകുമാർ EP, ഒപ്പം ബ്രില്യന്റിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ ജോർജ് തോമസ് സാർ നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഏറെ പ്രചോദനം നൽകുന്നതായിരുന്നു. കോമ്പറ്റീറ്റീവ് എക്സാംസ് കൺസൾട്ടന്റ് ഡോക്ടർ വെങ്കടേശ്വരൻ എന്നിവരും പങ്കെടുത്തു. ഈ വിജയപ്രയാണം ഇതിനോടകം കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ കരസ്ഥമാക്കി പ്രതിഭാശാലികളായി കേരളത്തിന്റെ അഭിമാന താരങ്ങളായി വിളങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ. എനിക്ക് വിജയത്തിലെത്തുന്നവരോട് എപ്പോഴും പറയാൻ തോന്നുന്നൊരു കാര്യം, നിങ്ങളുടെ ക്ലാസ്സിലെ പരാജിതരായവർ അല്ലെങ്കിൽ പുറകോട്ട് പോയവർ, അവർ പുറകോട്ട് പോയതിന് പല പല കാരണങ്ങൾ കാണും. ഒന്നുകിൽ അവർ പഠനത്തിലല്ലായിരിക്കാം അവർക്ക് കഴിവുള്ളത്, മറ്റു പല കാര്യങ്ങളിലായിരിക്കും. നമ്മുടെ സമൂഹം എപ്പോഴും, നമ്മുടെ സമൂഹമല്ല എല്ലാ സമൂഹങ്ങളും എന്നും പ്രതിഭകളെ മാത്രം ആദരിക്കുന്നവരാണ്. എന്നാൽ മറഞ്ഞു പോകുന്ന പല പ്രതിഭകളും ചില കാലഘട്ടത്തിൽ വളരെ മുമ്പോട്ട് വരാറുമുണ്ട്. ഭാവിയുടെ വേദപുസ്തകത്തിലെ ഒരു വിശേഷണം കടമെടുത്താൽ വാഗ്ദാന പേടകങ്ങളാണ്. ഭാവിയിലേക്കുള്ള ഈ രാജ്യത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ എല്ലാവരുടെയും മുമ്പിൽ വാഗ്ദാന പേടകങ്ങളായി നിൽക്കുന്നവരാണ് SSLCക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ്. ഏത് രാജ്യത്തിൻ്റെയും നിധി എന്ന് പറയുന്ന ട്രഷർ, ഖനി വിദ്യാർത്ഥികളാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സമർത്ഥനായ വിദ്യാർത്ഥികൾ. മാർക്ക് വാങ്ങുന്നത് കൊണ്ട് മാത്രമല്ല, പുതിയ കാലം നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ: ആർ യു എ പെർഫോമർ? നിങ്ങൾക്കൊരു കാര്യം കാര്യക്ഷമമായി ചെയ്യാൻ കഴിയുന്നവരാണോ എന്നുള്ളതാണ് പുതിയ ലോകത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെയും മാനദണ്ഡമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നു. ആർ യു എ പെർഫോമർ? സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ എത്രയോ അനുഗ്രഹീതമാണ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ. ഒരു മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാവിധ നന്മകളുടെ കഴിവുകളെയും പുറത്തു കൊണ്ടുവരാൻ ഉപകരിക്കുന്നതായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസത്തിൻ്റെ വഴികളിൽ മാറ്റം വന്നാൽ, വഴിതെറ്റിയാൽ താളം തെറ്റുന്ന ജീവിതങ്ങളായി നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാം മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പരിശീലനം ഇന്നിവിടെ നൽകിയിട്ടുണ്ട്.
മത്സര പരീക്ഷകളിലെ വിജയം ഏതാണ്ട് പെൺകുട്ടികളുടെ പിടിയിലേക്ക് ഓരോ വർഷം കഴിയുന്തോറും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാവി ഇന്ത്യ തന്നെ നമ്മളുടെ പെൺകുട്ടികളുടെ കൈകളിൽ സുരക്ഷിതമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. ആൺകുട്ടികൾ മോശമായിട്ടല്ല, അവർ വേണ്ടെന്ന് വെച്ചിട്ടാണ്. അവരുടെ ത്യാഗവും അവരുടെ ആ വിട്ടുവീഴ്ചയുമാണ് പെൺകുട്ടികൾക്ക് ഇത്രയും വലിയ A+ കിട്ടിയത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ കോഴ്സുകളും നല്ലതാണ്, ഏത് കോഴ്സാണേലും നല്ലതാണ്. പക്ഷേ നമ്മൾ അവിടെ പ്രവർത്തിക്കുന്ന രീതിയിൽ അനുസരിച്ചിരിക്കും ആ കോഴ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ നമ്മളുടെ വാല്യൂ എന്നുള്ളതാണ്. നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സമൂഹത്തോടും നമ്മുടെ സഹജീവികൾക്കും വേണ്ടിയാവണം നമ്മുടെ ജീവിതവും പ്രവർത്തനവും. നമ്മൾ വിജയിക്കുമ്പോൾ, നമ്മൾ ഒന്നാമതെത്തുമ്പോൾ രണ്ടാമതോ മൂന്നാമതോ അല്ലെങ്കിൽ ഏറ്റവും അവസാനമോ ആയ ചില കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. അവർക്ക് വേണ്ടിയൂടെ ആവണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പഠിത്തം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കർത്തവ്യം, നിങ്ങളുടെ ലക്ഷ്യം. 11ലേക്ക് 10 വരെ അല്ലെങ്കിൽ 10th വരെ പഠിച്ചു വന്നതിൽ നിന്ന് ഒത്തിരിയേറെ വ്യത്യാസങ്ങളോടുകൂടിയാണ് നിങ്ങൾ ഈ 11, 12 എന്ന് പറയുന്ന ഈ ക്ലാസ്സുകളിലേക്ക് പോകുന്നത്. അപ്പം അതിനകത്തൊരു ലക്ഷ്യബോധം ഉണ്ടാക്കാനും നിങ്ങളെ പഠനത്തിന് നിങ്ങളെ സഹായിക്കാനും നിങ്ങൾ പഠിച്ച് നിങ്ങളുണ്ടാക്കിയ റിസൾട്ടിന് നല്ലൊരു അംഗീകാരം നൽകാനും വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.